ഒരു തലമുറ പിന്നിലേക്കൊന്ന് പോയാൽ പെൺകുട്ടികൾ പുറംനിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് വലിയ ആശങ്കയായിരുന്നു. എങ്ങനെയും കൊച്ചിനെ കൊള്ളാവുന്ന ചെക്കൻ്റെ കൈ പിടിച്ചു കൊടുക്കുന്നത് വരെയും ഒരു സമാധാനമില്ല. അതിനാൽ തന്നെ പഠനം കഴിഞ്ഞ് ജോലിയാകും മുൻപേ വലിയ സ്ത്രീധനമൊക്കെ നൽകി മക്കളെ കെട്ടിച്ചയക്കും. അതിനുശേഷം ഭർത്തൃവീട്ടിൽ അവൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അച്ഛനമ്മമാരോ ബന്ധുക്കളോ അറിയാറില്ല. പിന്നീട് മകൾ ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ നെഞ്ചത്തിടിയും നിലവിളിയുമായി. കൊല്ലത്തെ വിസ്മയയ്ക്കും ഉത്രയ്ക്കും ഒടുവിൽ വിഭജിക്കും അതുല്യയ്ക്കും സംഭവിച്ചത് അതാണ്. ഷാർജയിലെ ഫ്ളാറ്റിൽ കൊല്ലം സ്വദേശിനി അതുല്യ തൂങ്ങി മരിച്ച ശേഷം യാതൊരു ഉളുപ്പുമില്ലാതെ ഭർത്താവ് സതീഷ് നടത്തിയ നാടകം അയാളിലെ കുറ്റവാളിയാണ് തുറന്നുകാട്ടുന്നത്. എന്താണ് അതുല്യയ്ക്ക് സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഭർത്താവിൽ നിന്ന് ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയതാണ് കൊല്ലം ചവറ സ്വദേശിനി അതുല്യ. കല്യാണത്തിൻ്റെ പിറ്റേന്ന് സ്ത്രീധനമായി നൽകിയ സ്വർണം ഭർത്താവ് സതീഷും അമ്മയും തൂക്കി നോക്കി. സ്വർണത്തിന് പുറമെ കാർ കൂടി വേണമെന്ന് പറഞ്ഞ് പലപ്പോഴും പ്രശ്നമുണ്ടാക്കും. അതുകൂടാതെ ഭർത്താവിൻ്റെ കടുത്ത സംശയരോഗം, എപ്പോഴും വീഡിയോ കോൾ വിളിക്കണം, വിവാഹബന്ധം വേർപെടുത്തിയാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. കുഞ്ഞിനെ ഓർത്താണ് അതുല്യ എല്ലാം സഹിച്ച് ജീവിച്ചത്. അതുല്യയെ ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ഭർത്താവ് സതീഷിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് യുവതിയുടെ കുടുംബം ഉന്നയിച്ചത്. എന്നാൽ ഇപ്പോൾ വലിയ മാനിനാണെന്ന് നടിച്ചുള്ള വാദങ്ങൾ നിരത്തി രംഗത്തെത്തിയ സതീഷ് മരിച്ചിട്ടും ഭാര്യയെ വേട്ടയാടുന്നു. യുവതിയുടെ കുടുംബം നൽകിയ പരാതിയിൽ ചവറ തെക്കുംഭാഗം പോലീസ് സതീഷിനെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുത്തു. ഭർത്താവ് ശാസ്താംകോട്ട സ്വദേശി സതീഷിന്റെ ക്രൂര പീഡനത്തെ തുടർന്നാണ് യുവതി മരിച്ചതെന്നാണ് അതുല്യയുടെ കുടുംബത്തിന്റെ ആരോപണം. സതീഷിനെതിരെ യുവതിയുടെ കുടുംബം ചവറ തെക്കുംഭാഗം പോലീസിൽ നൽകിയ പരാതിയിൽ കൊലപാതക കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. ശാരീരിക പീഡനം, സ്ത്രീധന പീഡനം എന്നീ വകുപ്പുകളും പോലീസ് ചുമത്തിയിട്ടുണ്ട്. നേരത്തെയും പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും അതൊക്കെ സഹിച്ച തന്റെ മകൾ ആത്മഹത്യ ചെയ്യില്ലെന്നും അമ്മ പറയുന്നു. പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല, അഥവാ ഞാൻ ചത്ത എന്നെ അയാൾ കൊന്നയാന്ന് വിചാരിച്ചോണം. അവളെ എൻ്റെ പൊടിമോടോട് ഈയിടെയും മെസ്സേജ് അയച്ചു പറഞ്ഞു, മോളെ അമ്മ ചാവത്തില്ല, അമ്മ നിനക്ക് വേണ്ടിയാ ജീവിക്കുന്നത്, അഥവാ അമ്മ ഇല്ലാതെ വന്ന മനസ്സിലാക്കിക്കോണം മോള് അച്ഛൻ കൊന്നയാണ്. മകൾ നേരിട്ടത് ക്രൂര പീഡനമാണെന്ന് അച്ഛൻ രാജശേഖരൻ പിള്ള ന്യൂസ് 18നോട് പറഞ്ഞു. ആദ്യം ഒരു വർഷം ആവുന്നതിന് മുമ്പ് തന്നെ സ്ത്രീധനത്തിന് കുറഞ്ഞു പോയെന്നും പറഞ്ഞിട്ട് ഇവൻ ഇച്ചിരി സിവിൽ എഞ്ചിനീയർ ശമ്പളമൊക്കെ ഉണ്ടവൻ, 2 ലക്ഷം രൂപയുടെ ശമ്പളമൊക്കെ ഉള്ളവനാണ്. അന്ന് നമ്മൾ ഒരുപാട് ഹരാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവന്. കുഞ്ഞിനെ ഹരാസ് ചെയ്യാൻ നമ്മളോട് ഡയറക്റ്റ് ചെയ്തില്ല, കുഞ്ഞ് വന്ന് നമ്മളോട് പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ പിന്നെ അത് അക്രമത്തിലേക്ക് കലാശിച്ചപ്പോൾ പിന്നെ അത് കേസൊക്കെ ആയിരുന്നു ഇവിടെ വെച്ച്. അങ്ങനെ ആ കേസ് പിന്നെ കോടതി അത് പിന്നെ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് ഒത്തുതീർപ്പാക്കി അങ്ങ് വിട്ടത്. പിന്നെ ഈ ഒരു കുഞ്ഞില്ലേ, അതിന് ശേഷം കുഞ്ഞിൻ്റെ കാര്യം കൂടെ നോക്കണമല്ലോ എന്ന് വെച്ചാൽ പിന്നെയും ഒരുപാട് കോംപ്രമൈസ് ചെയ്ത് അവൾ പോയ എൻ്റെ മോൾ അന്ന് തൊട്ട് അവൾ കോംപ്രമൈസ് ജീവിക്കുക. ഓരോ ദിവസവും ഓരോ നിമിഷവും അവൾ കോംപ്രമൈസ് ചെയ്ത് തന്നെ ജീവിച്ചിട്ടിരുന്നത്. അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെ ഭർത്താവ് സതീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും പുറത്തു വന്നു. അതുപോയി, ഞാനും പോണു എന്നാണ് സതീഷ് ഫേസ്ബുക്കിൽ കുറിച്ചത്. അതേസമയം കേസ് നടന്നത് UAE-യിലായതിനാൽ നിലവിൽ UAE-യിലെ നിയമ നടപടികളാണ് കേസിൽ പ്രധാനം. അതുല്യയുടെ ഫ്ളാറ്റിൽ പോലീസ് പരിശോധന നടത്തും. അസ്വാഭാവിക മരണമായതുകൊണ്ട് നടപടിക്രമങ്ങൾ നീളാനാണ് സാധ്യത. കേസിൽ വീഡിയോ തെളിവുകൾ നിർണായകമാകും. ന്യൂസ് 18 കൊല്ലം. ഭാര്യയെ കൊലയ്ക്ക് കൊടുത്ത ശേഷമുള്ള ന്യായീകരണവും മുതലക്കണ്ണീരും. ഷാർജയിൽ ആത്മഹത്യ ചെയ്ത കൊല്ലം ചവറ സ്വദേശിനി അതുല്യയുടെ ഭർത്താവ് ഇപ്പോൾ പല കള്ളക്കഥകളും മെനയുന്നുണ്ട്. അതു എന്നും കുഞ്ഞ് എന്നുമുള്ള വിളികൾ, താൻ അറിയാതെ ഭാര്യ ഗർഭചിത്രം നടത്തിയെന്ന നുണകൾ. സതീഷ് ഇപ്പോൾ പറയുന്നതെല്ലാം വെറും നാടകമാണെന്ന് തുറന്നു പറയുന്നത് അതുല്യയുടെ അടുത്ത കൂട്ടുകാരിയാണ്. അവൾക്കയാളെ ഭയങ്കര സ്നേഹവും വിശ്വാസവുമായിരുന്നു. എന്നാൽ സതീഷിന് നേരെ തിരിച്ചും.
സുഹൃത്തുക്കളുമായി എവിടെയെങ്കിലും പോകുന്നത് സതീഷിന് ഇഷ്ടമല്ല. ഉത്സവമോ കല്യാണമോ വന്നാൽ അയാൾ പറയാതെ അവൾക്ക് പോകാൻ അനുവാദമില്ല. അല്ലെങ്കിൽ ആരാ കൂടെ ഉള്ളതെന്ന് വീഡിയോ കോൾ ചെയ്ത് കാണിക്കണം. അതുല്യയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ കൂട്ടുകാരി നടത്തിയ വെളിപ്പെടുത്തലോടെയാണ് ആ യുവതി നേരിട്ട ക്രൂരതയുടെ ഭീകരത മനസ്സിലായത്. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യ ഭർത്താവിൽ നിന്നും നേരിട്ടത് ക്രൂരപീഡനമെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തുവരുന്നത്. ഭർത്താവ് സതീഷ് ശങ്കർ മദ്യപിച്ച് ഭാര്യയെ ഉപദ്രവിക്കുന്നതിന്റെ വീഡിയോയും മർദ്ദനമേറ്റ അതുല്യയുടെ ചിത്രങ്ങളും ഭയാനകമാണ്. അതുല്യ തന്നെ ചിത്രീകരിച്ച് തന്റെ സഹോദരിക്ക് അയച്ച ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. വീഡിയോയിൽ അതുല്യയോട് ഭർത്താവ് മോശമായി പെരുമാറുന്നത് കാണാം. മദ്യപിച്ച് ബോധമില്ലാത്ത അവസ്ഥ. അതുല്യയെ സതീഷ് ഉപദ്രവിക്കാൻ പോകുമ്പോൾ അവൾ നിലവിളിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. വീഡിയോ ഓഫ് ചെയ്യടി എന്ന് പറഞ്ഞ് അയാൾ അലറുന്നുണ്ട്. കത്തിയുമായി സതീഷ് നിൽക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. എന്നാൽ ഇതുപയോഗിച്ച് അതുല്യയെ ആക്രമിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമായിട്ടില്ല. വീഡിയോയ്ക്കൊപ്പം പുറത്തു വന്ന ദൃശ്യങ്ങളിൽ അതുല്യയുടെ കൈകളിലും കഴുത്തിലും മുഖത്തുമെല്ലാം മുറിവേറ്റതിന്റെ പാടുകളുണ്ട്. ചവിട്ടി കൂട്ടി തന്നെ ഡിസ്റ്റർബൻസ് ആണ് ഉറങ്ങുന്നതിനും പറഞ്ഞു. എനിക്ക് വയ്യാടി, അനങ്ങാൻ വയ്യ, വയറെല്ലാം ചവിട്ടി, സഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ അതുല്യയുടെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നാരോപിച്ച് ഭർത്താവ് സതീഷ് രംഗത്തെത്തിയത് പോലും നാടകമാണ്. താനും അതേ ഫാനിൽ തന്നെ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നുവെന്നും തൂങ്ങി നിന്നാൽ കാൽ കിടക്കിയിൽ തട്ടുമെന്നുമുള്ള വാദങ്ങൾ. മുറിയിൽ കറുത്ത മാസ്ക് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെന്നും അത് ആരുടേതാണെന്നും സതീഷ് ചോദിക്കുന്നു. അതുല്യയെ ഉപദ്രവിക്കാറുണ്ടെന്ന് സമ്മതിച്ച യുവാവ് മരണത്തിൽ തനിക്ക് പങ്കില്ലെന്ന് പറയുന്നു. വെള്ളിയാഴ്ച എന്നെ കുറെ തവണ വിളിച്ചു. വീഡിയോ കോൾ വിളിച്ച് ഫാൻ കാണിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ തിരികെ വന്നപ്പോൾ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. മുറിയിലെത്തിയപ്പോൾ കണ്ടത് ഫാനിൽ തൂങ്ങി നിൽക്കുന്ന അതുല്യയാണെന്ന് സതീഷ് പറഞ്ഞു. കുറേ വട്ടം എന്നെ കുഞ്ഞു വിളിച്ചു. ഞാൻ കട്ട് ചെയ്ത് വിട്ടു. കാര്യം പുറത്ത് നോക്കുമ്പോൾ ഇങ്ങനെ വിളിയുള്ളതാണ്. ഞാൻ കട്ട് ചെയ്ത് വിട്ടു. അതിനുശേഷം കൊണ്ട് പിന്നെ ഒരു വീഡിയോ ഞാൻ കാണുന്നത് ഇവളിങ്ങനെ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഹാങ്ങിയവർ കാണിക്കുന്ന ഒരു വീഡിയോ എനിക്ക് ബോട്ടിങ്ങിൽ വിളിച്ച് കാണിച്ചു. ഞാൻ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്തിട്ട് ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ കാണുന്ന വെച്ചാൽ ഡോറ് ഓപ്പൺ ആയിരുന്നു. ഡോർ ഓപ്പൺ ആണ്. ഇവളിങ്ങനെ ഹാങ് ചെയ്ത് ഫാനിൽ ഇന്ന് ഞാൻ കാണുന്നു. കാല് രണ്ടും ചവിട്ടാവുന്നതിൽ മടങ്ങി നിൽക്കുകയാണ്. എനിക്ക് സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് ഒരിക്കലും മണ്ടത്തരം കാണിക്കത്തില്ല. ഷാർജയിലെ അതുല്യയുടെ മരണത്തിൽ ഭർത്താവ് സതീഷ് ശങ്കർ പറയുന്നതെല്ലാം പച്ചക്കള്ളമെന്ന് തുറന്നു പറഞ്ഞ് അതുല്യയുടെ സുഹൃത്ത് രംഗത്തെത്തി. 2-3 തവണ അവൾ വിവാഹമോചനത്തെക്കുറിച്ച് ഭർത്താവിനോട് പറഞ്ഞതാണ്. വിവാഹബന്ധം വേർപെടുത്തിയാലും നീ ജീവിക്കില്ല, നിന്നെയും കൊല്ലും, കുഞ്ഞിനെയും കൊല്ലും, ഞാനും ചാവുമെന്ന് ഒരുപാട് തവണ ഭീഷണിപ്പെടുത്തി. അവൾക്കയാളെ ഭയങ്കര സ്നേഹവും വിശ്വാസവുമായിരുന്നു. എന്നാൽ അയാൾക്ക് നേരെ തിരിച്ചും. സുഹൃത്തുക്കളുമായി എവിടെയെങ്കിലും പോകുന്നത് അയാൾക്കിഷ്ടമല്ല. ഉത്സവമോ കല്യാണമോ എന്തായാലും അയാൾ പറയാതെ അവൾക്ക് പോകാൻ അനുവാദമുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ആരാ കൂടെയുള്ളതെന്ന് ഓൺ ദി സ്പോട്ടിൽ വീഡിയോ കോൾ ചെയ്ത് കാണിക്കണം. ഒന്നിനും ഒരു സ്വാതന്ത്ര്യമില്ല. ഇപ്പോൾ കുഞ്ഞ് എന്നെല്ലാം അതുല്യയെ വിളിക്കുന്നത് ഒളിച്ചോടാനുള്ള നാടകം മാത്രമാണെന്നും സുഹൃത്ത് ആരോപിച്ചു. ന്യൂസ് 18 ഷാർജ. ദാമ്പത്യ പ്രശ്നങ്ങൾ ഒട്ടേറെ യുവതികളുടെ ജീവിതം തകർത്തിട്ടുണ്ട്. കണ്ണൂർ പഴയങ്ങാടി സ്വദേശിനി റീമയും വിവാഹം കഴിഞ്ഞ നാൾ മുതൽ കുറെ അനുഭവിക്കാൻ തുടങ്ങിയതാണ്. ഭർത്താവിൻ്റെയും ഭർത്തൃമാതാവിൻ്റെയും ഉപദ്രവം സഹിച്ചു മടുത്ത് അവൾ 1.5 വയസ്സുള്ള മകനെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോന്നു. എന്നാൽ ഭർത്താവ് വിദേശത്ത് നിന്നെത്തിയതോടെ അയാൾ വീണ്ടും ഉപദ്രവം തുടർന്നു. കഴിഞ്ഞ പുലർച്ചെ നാട്ടുകാർ കേട്ടത് ഒരു യുവതിയും കുഞ്ഞും പുഴയിലേക്ക് ചാടിയെന്നാണ്. പുഴയിൽ കുഞ്ഞിനെയും എടുത്തു ചാടിയ റീമയുടെ മൃതദേഹം കണ്ടെത്തി. പകൽ മുഴുവൻ കുഞ്ഞിനു വേണ്ടി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ആത്മഹത്യക്ക് കാരണം ഭർതൃപീഡനമെന്നാണ് പരാതി. പുലർച്ചെ 1:30 മകൻ അമൽരാജിനെയും എടുത്ത് റീമ പുഴയിലേക്ക് ചാടുകയായിരുന്നു. സ്കൂട്ടറിൽ കുഞ്ഞുമായി വന്നാണ് യുവതി പുഴയിൽ ചാടിയത്.
മത്സ്യബന്ധനത്തിനെത്തിയ തൊഴിലാളികളാണ് സംഭവം കണ്ടത്. തുടർന്ന് ഇവർ പോലീസിൽ വിവരമറിയിച്ചു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് അമ്മയുടെ മൃതദേഹം കണ്ടെത്തിയത്. കുഞ്ഞിനായി തെരച്ചിൽ തുടരുകയാണ്. കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് കാരണമെന്ന് വീട്ടുകാർ ആരോപിച്ചു. ഇരിണാവ് സ്വദേശിയായ ഭർത്താവ് കമൽരാജും മാതാവ് പ്രേമയും നിരന്തരമായി യുവതിയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നതായാണ് പരാതി. കഴിഞ്ഞ ദിവസം വിദേശത്ത് നിന്ന് വന്ന കമൽരാജ് കുട്ടിയെ തനിക്ക് വേണമെന്നാവശ്യപ്പെട്ടത് റീമയെ മാനസികമായി തളർത്തിയിരുന്നതായി വീട്ടുകാർ പറഞ്ഞു. കമൽരാജിനെതിരെ കഴിഞ്ഞ വർഷം റീമ ഗാർഹിക പീഡനത്തിന് കേസ് നൽകിയിരുന്നു. ഭർത്താവ് വിദേശത്ത് നിന്നെത്തിയ ശേഷവും റീമയെ മാനസികമായി പീഡിപ്പിച്ചു. 2 വർഷത്തോളമായി റീമയും ഭർത്താവും വേർപിരിഞ്ഞാണ് കഴിയുന്നതെന്നും സഹോദരി ഭർത്താവ് ഷിനോജ് പറഞ്ഞു. കുഞ്ഞിനെ വേണമെന്ന് ഭർത്താവ് വാശി പിടിച്ചതാവാം ആത്മഹത്യക്ക് കാരണമെന്നും ഇവർ പറയുന്നു. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കണ്ണൂർ. ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ദമ്പതികൾ തമ്മിൽ തല്ലുമ്പോൾ അതിനിടയിൽപ്പെട്ട് ഉള്ളുരുകി ജീവിക്കുന്ന മക്കളെക്കുറിച്ച് നിങ്ങൾ ഓർക്കാറുണ്ടോ? അവരുടെ മനസ്സിലേൽക്കുന്ന മുറിവ് അത്ര വേഗം ഉണങ്ങില്ല കേട്ടോ. സ്വന്തം മാതാപിതാക്കളുടെ ദാമ്പത്യ പ്രശ്നം പതിവായി കാണുന്ന കുട്ടികൾ വിഷാദരോഗികളായി മാറി ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കാം. കൊല്ലം പുനലൂരിൽ മാതാപിതാക്കൾ അകന്നു കഴിയുന്നതിൽ മനം നൊന്ത് +2 വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പത്തനാപുരം സ്വദേശിനി 18-കാരി നിസിമോളെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച ശേഷമാണ് പെൺകുട്ടി ജീവനൊടുക്കിയത്. പത്തനാപുരം പിറവന്തൂർ ചേകം മഞ്ജുവിലാസത്തിൽ ആർട്ടിസ്റ്റ് മനോജ് അഞ്ജു ദമ്പതിമാരുടെ മകൾ 18-കാരിയായ നിസിമോളെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. മനോജും ഭാര്യയും അകന്നു കഴിയുകയാണ്. മനോജിന്റെ മാതാപിതാക്കളായ തങ്കപ്പൻ, തങ്കമ്മ എന്നിവർക്കൊപ്പം ചേകത്തെ വീട്ടിലാണ് നിസിമോൾ താമസിച്ചിരുന്നത്. മാതാപിതാക്കൾ അകന്നു കഴിയുന്നത് മൂലമുള്ള ഒറ്റപ്പെടലിന്റെ വേദന പങ്കുവയ്ക്കുന്ന 4 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചാണ് നിസിമോൾ മരിച്ചത്. രാവിലെ 11 മണിയോടെയാണ് പെൺകുട്ടിയെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. സംഭവ സമയത്ത് വീട്ടിൽ ആരുമില്ലായിരുന്നു. പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. അസ്വാഭാവിക മരണത്തിന് പത്തനാപുരം പോലീസ് കേസെടുത്തു. ചെന്നൈയിലുള്ള പിതാവ് മനോജ് എത്തിയ ശേഷമാവും സംസ്കാരം. ന്യൂസ് 18 പുനലൂർ. ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് തെരുവിലേക്കും പൊതുസ്ഥലങ്ങളിലേക്കും വ്യാപിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് കേൾക്കാറുണ്ട്. കേരളത്തിൽ മാത്രമല്ല, അങ്ങ് തമിഴ്നാട്ടിലും കുടുംബ തകർച്ച കൊല്ലും കൊലയിലും കലാശിക്കുന്നു. തമിഴ്നാട്ടിലെ സർക്കാർ ആശുപത്രിയിൽ വെച്ച് യുവതിയെ ഭർത്താവ് കൊലപ്പെടുത്തിയ കേസ് ഞെട്ടിപ്പിക്കുന്നതാണ്. ഭർത്താവിൻ്റെ മർദ്ദനത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന 27-കാരിയെ കരൂരിലെ ആശുപത്രിയിലെത്തിയ യുവാവ് കുത്തിക്കൊല്ലുകയായിരുന്നു. ശ്രുതി എന്ന യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ ഭർത്താവ് വിശ്രുതിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പുലർച്ചെ 4:30യോടെയാണ് തമിഴ്നാടിനെ നടുക്കിയ കൊലപാതകം. കരൂർ കുളിത്തലൈ സ്വദേശി വിശ്രുതാണ് ഭാര്യ 27-കാരിയായ ശ്രുതിയെ കൊലപ്പെടുത്തിയത്. ചെന്നൈയിൽ ഡ്രൈവറായിരുന്ന വിശ്രുത് ശനിയാഴ്ച രാത്രി വീട്ടിലെത്തിയപ്പോൾ ഭാര്യയുമായി വഴക്കുണ്ടായി. വിശ്രുതിന്റെ മർദ്ദനത്തിൽ മൂക്ക് പൊട്ടി ചോരയൊലിച്ച നിലയിൽ രാത്രി ശ്രുതിയെ കുളിത്തലൈ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുലർച്ചെ 4:30യോടെ ഭാര്യയെ കാണാനെന്ന വ്യാജേനെ വിശ്രുത് ആശുപത്രിയിലെത്തി. തുടർന്ന് ശ്രുതിയുടെ മുറിയിൽ കയറി അരയിൽ ഒളിപ്പിച്ചിരുന്ന കത്തി കൊണ്ട് കുത്തുകയായിരുന്നു. 3 തവണ കുത്തേറ്റ ശ്രുതി തൽക്ഷണം മരിച്ചു. ആശുപത്രി ജീവനക്കാർ എത്തും മുൻപേ ഇറങ്ങി ഓടിയ വിശ്രുത് ഒളിവിലാണ്. ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. പ്രണയവിവാഹമായിരുന്നു ഇരുവരുടെയും. 2 മക്കളുണ്ട്. കൊലപാതകത്തിന്റെ കാരണം പോലീസ് അന്വേഷിച്ചു വരികയാണ്.
ശ്രുതിയുടെ മൃതദേഹം കരൂർ സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ജയലളിതയുടെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ഡിവൈഎസ്പി രാംസ്വാമിയുടെ മകനാണ് വിശ്രുത്. കർണാടക ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക പരമ്പരയിൽ കുഴിച്ചുമൂടിയ രഹസ്യം പുറത്തുവരുന്നു. മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. DGP പ്രണവ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് ആഭ്യന്തര വകുപ്പ് ഉത്തരവ് പുറത്തിറക്കി. കർണാടകയിലെ വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട തിരോധാന കേസുകളും സംഘം അന്വേഷിക്കും. വനിതാ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ദക്ഷിണ കന്നഡ SP-യുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് ഉത്തരവ്. മലയാളിയായ KJ ജോയിയെ ഭൂമി തട്ടിയെടുക്കാനായി കൊലപ്പെടുത്തിയ കേസും അന്വേഷണ പരിധിയിൽ വരും. ജോയിയുടെ കൊലപാതകം സംബന്ധിച്ച വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടത്. അതേസമയം ധർമ്മസ്ഥലയിൽ നിന്ന് ഭീഷണി ഉണ്ടെന്ന് ജോയിയുടെ മകൻ അനീഷ് പറഞ്ഞു. ധർമ്മസ്ഥലയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ 100ഓളം പേരെ കുഴിച്ചുമൂടിയെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അന്വേഷിക്കാനാണ് പ്രത്യേക സംഘം രൂപീകരിച്ചത്. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. സംസ്ഥാന ആഭ്യന്തര സുരക്ഷാ വിഭാഗം മേധാവിയും കർണാടക DGP-യുമായ പ്രണവ് മെഹന്തിയാണ് അന്വേഷണ സംഘത്തലവൻ. ഇദ്ദേഹത്തെ സഹായിക്കാൻ പോലീസ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ MN അനുച്ഛേദ്, SP-മാരായ സൗമ്യലത SK, ജിതേന്ദ്രകുമാർ എന്നിവരെയും നിയമിച്ചിട്ടുണ്ട്. കർണാടക സംസ്ഥാന വനിതാ കമ്മീഷൻ സംസ്ഥാന സർക്കാരിന് നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് വിദഗ്ധ അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. ഈ മാസം ആദ്യമാണ് ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി പീഡനത്തിനിരയായ സ്ത്രീകളുടെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെയും 100ഓളം മൃതദേഹങ്ങൾ തന്നെ കൊണ്ട് നിർബന്ധിച്ച് സംസ്കരിപ്പിച്ചുവെന്നും ജീവഭയം കൊണ്ടാണ് അന്ന് താനത് ചെയ്തതെന്നും വെളിപ്പെടുത്തിയത്. മൃതദേഹങ്ങൾ മറവ് ചെയ്ത സ്ഥലങ്ങൾ പോലീസിന് കാണിച്ചു കൊടുക്കാമെന്നും ഇയാൾ പറഞ്ഞിരുന്നു. എന്നാൽ പോലീസ് നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് കോടതിയിലെത്തി രഹസ്യമൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. അന്വേഷണം എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധവുമായി ആക്ഷൻ കമ്മിറ്റി രംഗത്തെത്തിയതോടെയാണ് ഇവരുടെ ആവശ്യപ്രകാരം കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത്. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ധർമ്മസ്ഥലയിൽ ഭൂമി തട്ടിയെടുക്കാനായി ഇടുക്കി കട്ടപ്പന സ്വദേശി KJ ജോയിയെ കൊലപ്പെടുത്തിയ സംഭവവും SIT അന്വേഷണ പരിധിയിൽ വരും. ഇത് സംബന്ധിച്ച് ന്യൂസ് 18 വാർത്ത പുറത്തു കൊണ്ടുവന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച നടപടി സ്വാഗതാർഹമാണെന്ന് കൊല്ലപ്പെട്ട KJ ജോയിയുടെ മകൻ അനീഷ് ന്യൂസ് 18 പറഞ്ഞു. നല്ല സന്തോഷമുണ്ട്. ഓരോ കാര്യങ്ങൾ അറിയുമ്പോൾ ഇന്ന് നല്ല സന്തോഷമുണ്ട്. ഇന്ന് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു SIT രൂപീകരിച്ചത് വളരെ നല്ലൊരു ഡെവലപ്മെൻ്റായിട്ടാണ് കാണുന്നത്. ഇതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പൂർണ്ണമായ ഒരു വിശ്വാസമുണ്ട്. എല്ലാവർക്കും ഇതിൽ നീതി ലഭിക്കും. നല്ലൊരു ടീമാണ് ഇപ്പം വന്നിരിക്കുന്നത്. അത് ആക്ഷൻ കൗൺസിലുകാർ പറഞ്ഞതുപോലെ തന്നെ അവർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ നല്ലൊരു ടീമിനെയാണ് രൂപീകരിച്ചേക്കുന്നത്. 2018 ഏപ്രിൽ 5 ജോയിയെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയത്. മൂട് ബദ്രി പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു സംഭവം. ഭൂമി കയ്യേറിയ സംഘം ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ജോയിയുടെ കുടുംബം ധർമ്മസ്ഥലയിൽ നിന്ന് പലായനം ചെയ്തിരുന്നു. MBBS വിദ്യാർത്ഥിനിയായിരുന്ന അനന്യ ഭട്ടിന്റെ തിരോധാന കേസും SIT അന്വേഷിക്കും. 2003 അനന്യ ഭട്ടിനെ ധർമ്മസ്ഥലയിൽ നിന്ന് കാണാതായത്. സംഭവത്തിൽ 23 വർഷത്തിന് ശേഷമാണ് പരാതി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായത്. അമ്മ സുജാത ഭട്ടിന്റെ പരാതിയിൽ ധർമ്മസ്ഥല പോലീസാണ് കഴിഞ്ഞ ദിവസം കേസെടുത്തത്. കർണാടകയിലും കേരളത്തിലും സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 ധർമ്മസ്ഥല. കൊച്ചി വടുതലയിൽ ദമ്പതികളെ അയൽവാസി തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് ഒരു നാടിനെ മുഴുവൻ നടുക്കിയ സംഭവമാണ്. അയൽവാസിയായ വില്യമിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ ക്രിസ്റ്റഫർ മരിച്ചതോടെ
ഭാര്യ മേരി തനിച്ചായത് ഒരു സങ്കട കാഴ്ചയാണ്. മക്കളില്ലാത്ത ദമ്പതികളുടെ കൂട്ട് കുറച്ച് വളർത്തുമൃഗങ്ങളും പൊന്നോമനകളായ ജീവികളുമായി. 80% പൊള്ളലേറ്റ വടുതല സ്വദേശി ക്രിസ്റ്റഫർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. നെഞ്ചിനും കൈകൾക്കും തുടയ്ക്കുമാണ് ക്രിസ്റ്റഫറിന് പൊള്ളലേറ്റത്. 15% പൊള്ളലേറ്റ ഭാര്യ മേരി ചികിത്സയിൽ തുടരുകയാണ്. കൊച്ചി വടുതലയിൽ വെള്ളിയാഴ്ചയായിരുന്നു നാടിനെ നടുക്കിയ ആക്രമണം. പള്ളിപ്പെരുന്നാളിന് പോയി സ്കൂട്ടറിൽ മടങ്ങി വരികയായിരുന്നു കാഞ്ഞിരത്തിങ്കൽ ക്രിസ്റ്റഫറും ഭാര്യ മേരിയും. ലൂർദ് ആശുപത്രിക്ക് സമീപം ഗോൾഡൻ സ്ട്രീറ്റിലെത്തിയപ്പോൾ പൂവത്തിങ്കൽ വില്യം പാട്രിക് എന്ന അയൽവാസി ദമ്പതിമാരുടെ ശരീരത്തിലേക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. ആക്രമണശേഷം വില്യം തൂങ്ങി മരിച്ചിരുന്നു. പെട്രോൾ ജഗ്ഗിലേക്ക് മാറ്റിയാണ് ദമ്പതിമാരുടെ ദേഹത്തേക്ക് ഒഴിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. 80% പൊള്ളലേറ്റ ക്രിസ്റ്റഫർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ഭാര്യ മേരിക്ക് 15% പൊള്ളലുണ്ട്. ഇവരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. വില്യത്തിന്റെ പ്രതികാരത്തിന് 15 വർഷത്തെ പഴക്കമുണ്ടെന്ന് പോലീസും നാട്ടുകാരും പറയുന്നു. വാക്കുതർക്കത്തിനിടെ തന്റെ സഹോദരന്റെ മകനെ ഇയാൾ ചുറ്റിയെ കൊണ്ട് തലയ്ക്കടിച്ചു. അപ്പോൾ അയൽവാസിയായ ക്രിസ്റ്റഫർ ഇടപെട്ട് തടയുകയും വില്യമിനെ ചവിട്ടി മാറ്റുകയും ചെയ്തു. അന്നുമുതൽ ഇയാൾ നിരന്തരമായി ക്രിസ്റ്റഫറിനെയും കുടുംബത്തെയും ശല്യം ചെയ്യാറുണ്ടായിരുന്നു. വീട്ടുമാലിന്യവും മനുഷ്യവിസർജ്യവും ക്രിസ്റ്റഫറിന്റെ വീട്ടിലേക്കെറിയുക, വളർത്തുപക്ഷികളെ കൊല്ലുക, ചെടികൾ നശിപ്പിക്കുക എന്നിവ പതിവായിരുന്നു. ദമ്പതിമാരെ തീ കൊളുത്തിയതിനു ശേഷം വില്യമിനെ സ്വന്തം വീട്ടിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. അയൽ വീട്ടിലെ ചെറിയ വാക്കുതർക്കം, അതിൽ ഇടപെടൽ. പക്ഷേ അതിന് ക്രിസ്റ്റഫറിന് ജീവിതം തന്നെ ബലി നൽകേണ്ടി വന്നു. ന്യൂസ് 18 കൊച്ചി. പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയുള്ള ആക്രമണം അങ്ങേയറ്റം ഭയാനകമാണ്. 50%-ലധികം തീപ്പൊള്ളലേറ്റാൽ മരണം വരെ സംഭവിക്കാം. അതാണ് കോട്ടയം രാമപുരത്തെ ജ്വല്ലറി ഉടമയ്ക്ക് സംഭവിച്ചത്. ബിസിനസ് പങ്കാളിയുടെ ആക്രമണത്തിൽ പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന ജ്വല്ലറി ഉടമ മരിച്ചു. രാമപുരം സ്വദേശി അശോകനെ ശനിയാഴ്ചയാണ് സുഹൃത്ത് തുളസീദാസ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ രാവിലെയാണ് അശോകൻ മരിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെ 10:30 പാല രാമപുരം കവലയിലെ കണ്ണനാട്ട് ജ്വല്ലറിയിലായിരുന്നു അക്രമം നടന്നത്. ജ്വല്ലറി ഉടമ അശോകനെ സുഹൃത്തായ ഹരി എന്ന തുളസീദാസ് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. ആദ്യം പാലായിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലും ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അശോകന്റെ വീട് വെക്കാൻ പണം മുടക്കിയത് തുളസീദാസ് ആയിരുന്നു. സൗഹൃദത്തിന്റെ പേരിലായിരുന്നു പണം നൽകിയത്. ഈ പണം തിരികെ ചോദിച്ച് പലതവണ ഇരുവരും തമ്മിൽ തർക്കങ്ങളുണ്ടായി. ഇതിനിടെയാണ് അശോകനെ കടയിൽ കയറി തുളസീദാസ് ആക്രമിച്ചത്. സംഭവത്തിന് തൊട്ടു പിന്നാലെ തുളസീദാസ് രാമപുരം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിരുന്നു. പലതവണ പണം ചോദിച്ചിട്ടും തരില്ലെന്ന് ഉറപ്പായതോടെയാണ് കൊല്ലാൻ തീരുമാനിച്ചതെന്ന് പ്രതി മൊഴി നൽകിയതായി സൂചനയുണ്ട്. രാമപുരം പോലീസ് പ്രതിയെ ചോദ്യം ചെയ്ത ശേഷം തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് 18 കോട്ടയം. കൊല്ലം തേവലക്കരയിലെ മിഥുന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കേസിൽ സ്കൂൾ മാനേജ്മെന്റ് ഭാരവാഹികളെയും KSB ഉദ്യോഗസ്ഥരെയും പ്രതി ചേർക്കും. അസ്വാഭാവിക മരണത്തിന് പകരം കുറ്റകരമായ നരഹത്യാ വകുപ്പ് ചുമത്താനാണ് നീക്കം. അന്വേഷണത്തിന് ശാസ്താംകോട്ട SHOയുടെ നേതൃത്വത്തിൽ 6 അംഗ പ്രത്യേക സംഘത്തെയും രൂപീകരിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. മിഥുൻ
മിഥുൻ ഷോക്കേറ്റ് മരിച്ചതിൽ വീഴ്ച വരുത്തിയവരെയെല്ലാം കണ്ടെത്തി പോലീസ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തും. മരണത്തിൽ നിലവിലെ മാനേജ്മെന്റ് ഭാരവാഹികൾക്ക് പുറമെ സ്കൂളിലെ സൈക്കിൾ ഷെഡ് നിർമ്മിച്ച സമയത്തെ മാനേജ്മെന്റ് കമ്മിറ്റിക്കെതിരെയും കേസെടുക്കും. KSEB മൈനാഗപ്പള്ളി സെഷനിലെ ഉദ്യോഗസ്ഥരും സ്കൂളിന് ഫിറ്റ്നസ് നൽകിയ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറും പ്രതികളാകും. കുറ്റക്കാർക്കെതിരെ BNS 106 പ്രകാരം കുറ്റകരമായ നരഹത്യാ വകുപ്പ് ചുമത്തും. അതേസമയം മിഥുന്റെ കുടുംബത്തിന് സ്കൂൾ മാനേജ്മെന്റ് 10 ലക്ഷം രൂപ സഹായം നൽകാൻ തീരുമാനമായി. എന്ത് നടപടിയും നേരിടാൻ തയ്യാറാണെന്നും മാനേജർ പറഞ്ഞു. കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം മാനേജ്മെന്റിന്റെ അതുടനെ തന്നെ. പിന്നെ നാളെ അതോടൊപ്പം തന്നെ അന്നത്തെ ദിവസം മുതൽ ഇന്നുവരെയുമുള്ള ഇനിയുള്ള ഒന്നാമത്തെ ചെലവുകളെല്ലാം പിന്നെ നാളെ രാവിലെ 10 മണിക്ക് അനുശോചന യോഗം മാനേജ്മെന്റ്, സ്റ്റാഫ്, PTO, NDPO എല്ലാം ചേർന്ന് നടത്തും. അന്വേഷണ സംഘം മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിന്റെ മിനിറ്റ്സ് ബുക്ക് ശേഖരിച്ചു. കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തും. മിഥുന്റെ മരണത്തിന് പിന്നാലെ അടച്ച സ്കൂൾ ചൊവ്വാഴ്ച തുറക്കും. ന്യൂസ് 18 കൊല്ലം. നമ്മുടെ നാട്ടിലെ ചില സ്കൂളുകളിൽ കുട്ടിക്കുറ്റവാളികൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. സഹപാഠികളെ ആക്രമിക്കാൻ മാരകായുധങ്ങളും പെപ്പർ സ്പ്രേയും കൊണ്ടുവരുന്ന കുട്ടികളെ കാണാം. ഇടുക്കി ബൈസൺ വാലിയിൽ വിദ്യാർത്ഥി പെപ്പർ സ്പ്രേ പ്രയോഗിച്ച സംഭവം അതീവ ഗൗരവമുള്ളതാണ്. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് ഇരു കൂട്ടരുടെയും മൊഴി രേഖപ്പെടുത്തി. 2 കൂട്ടർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ബൈസൺ വാലി ഗവൺമെന്റ് സ്കൂളിന് മുൻപിൽ വെച്ച് വിദ്യാർത്ഥിയും സഹപാഠിയായ പെൺകുട്ടിയുടെ മാതാപിതാക്കളും തമ്മിൽ സംഘർഷമുണ്ടായത്. ഇതിനിടെ വിദ്യാർത്ഥി ബാഗിൽ കരുതിയിരുന്ന കുരുമുളക് സ്പ്രേ പ്രയോഗിക്കുകയായിരുന്നു. ഇവരുടെ ചുറ്റും കൂടി നിന്ന മറ്റു വിദ്യാർത്ഥികളുടെ ദേഹത്തും കുരുമുളക് സ്പ്രേ പതിച്ചു. തുടർന്ന് ഛർദിയും തലകറക്കവും അനുഭവപ്പെട്ട വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കുരുമുളക് സ്പ്രേ പ്രയോഗം നടത്തിയ വിദ്യാർത്ഥിയും ചികിത്സ തേടിയിരുന്നു. സംഭവത്തിൽ രാജാക്കാട് പോലീസ് ഇരു കൂട്ടരുടെയും മൊഴി രേഖപ്പെടുത്തി. സഹപാഠിയുടെ മാതാപിതാക്കൾ കല്ലിനിടിച്ചെന്നും ദേഹോപദ്രവം ഏൽപ്പിച്ചെന്നുമാണ് വിദ്യാർത്ഥി പറയുന്നത്. എന്നാൽ വിദ്യാർത്ഥി കുരുമുളക് സ്പ്രേ പ്രയോഗിക്കുകയും വടി ഉപയോഗിച്ച് അടിക്കുകയും ചെയ്തെന്നാണ് മുതിർന്നവരുടെ മൊഴി. വിദ്യാർത്ഥിക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും മുതിർന്നവർക്കെതിരെ സംഘർഷമുണ്ടാക്കിയതിനും കേസെടുത്തിട്ടുണ്ട്. മറ്റു വിദ്യാർത്ഥികളുടെയും മൊഴി രേഖപ്പെടുത്തി. സംഘർഷമുണ്ടാകാനിടയായ സാഹചര്യത്തെക്കുറിച്ചും പോലീസ് അന്വേഷിക്കും. ഇടുക്കി തൊടുപുഴയിൽ പച്ചക്കറി വ്യാപാരിയുടെ വാഹനം തകർത്ത് പണം കവർന്നതായി പരാതി. തൊടുപുഴ സ്വദേശി നാസർ സുലൈമാന്റെ പിക്കപ്പ് ലോറിയാണ് അജ്ഞാതർ തകർത്തത്. പച്ചക്കറി വിറ്റുകിട്ടിയ 23,500 രൂപ നഷ്ടപ്പെട്ടു. വീടിന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന വാഹനത്തിന്റെ 4 ടയറുകളും കുത്തിപ്പൊട്ടിച്ച നിലയിലാണ്. ആരാണ് ആക്രമണം നടത്തിയതെന്ന് വ്യക്തമല്ല. സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൊടുപുഴ പെരുമ്പിള്ളിച്ചിറ സ്വദേശി നാസർ സുലൈമാൻ പച്ചക്കറി വ്യാപാരം നടത്തിയിരുന്ന പിക്കപ്പ് ലോറിയും കാറുമാണ് അജ്ഞാതർ തകർത്തത്. തലേദിവസം വിൽപ്പന കഴിഞ്ഞ് വീടിന്റെ സമീപത്തെ പള്ളിയുടെ മുറ്റത്താണ് വാഹനം നിർത്തിയിട്ടത്. പിറ്റേന്ന് വാഹനമെടുക്കാൻ എത്തിയപ്പോഴാണ് സമീപത്ത് നിർത്തിയിട്ടിരുന്ന കാറടക്കം തകർത്തത് കാണുന്നത്. വ്യത്യാസം രാവിലെ പാല് മേടിക്കാൻ വരുമ്പോഴാണ് ഇതിങ്ങനെ അറിയുന്നത്. പച്ചക്കറി പുറകെ കിടപ്പുണ്ട്. അത് വിൽക്കാൻ നേരത്താണ് ഇങ്ങനെ സംഭവം അറിയുന്നത്. ചങ്ക് എത്തിപ്പോയി. എത്ര നഷ്ടം ഒരു 60-65 രൂപയാണ്. എല്ലാം കൂടെ ഏകദേശം വരും. ഇത് എങ്ങനെയാണ് സംഭവം ഒന്നും അറിയാൻ പാടില്ല. ഇങ്ങനെയാണ് സംഭവിച്ചത്. രാവിലെ വണ്ടി കച്ചവടത്തിന് വരാൻ നേരത്ത് ചങ്ക് എത്തിപ്പോയി തല ഇറങ്ങി ഇവിടെ കിടക്കുമായിരുന്നു. പച്ചക്കറി വിറ്റ് കിട്ടിയ 23,500 രൂപയും മോഷണം പോയിട്ടുണ്ട്. വാഹനത്തിൽ ബാക്കിയുള്ള പച്ചക്കറികൾ അഴുകി തുടങ്ങിയിട്ടുണ്ട്. പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തി. സമീപത്തെ വീട്ടിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും ആക്രമിച്ചതാരാണെന്ന് കണ്ടെത്താനായിട്ടില്ല. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം.
ഇടുക്കി. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ ആപ്പിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ സൈബർ തട്ടിപ്പ് വീണ്ടും സജീവമാകുന്നു. വാഹന ഉടമകളെയും ഡ്രൈവർമാരെയും ലക്ഷ്യമിട്ട് RTO ചെല്ലാൻ എന്ന വ്യാജ ആപ്പിലൂടെയാണ് പുതിയ തട്ടിപ്പ്. പരിവാഹൻ ഫ്രോഡ് എന്ന ഓൺലൈൻ തട്ടിപ്പിന് സമാനമായ രീതിയാണിത്. സംസ്ഥാനത്ത് നിരവധി പേർക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടമായതെന്നാണ് പരാതി. തട്ടിപ്പ് സന്ദേശങ്ങളിലൂടെ ഉപയോക്താവിനെ കൊണ്ട് ഫോണിൽ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യിക്കും. മറ്റൊരു സ്ഥലത്തിരുന്ന് ഫോൺ പൂർണ്ണമായി നിയന്ത്രിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത്. RTO ചല്ലാൻ എന്ന പുതിയ ഓൺലൈൻ തട്ടിപ്പ് സംസ്ഥാനത്ത് വ്യാപകമാകുന്നതായി ഏതാനും ദിവസം മുമ്പ് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ പിന്നീടും പലരും തട്ടിപ്പിൽപ്പെടുന്നതായാണ് വിവരം. വാഹനത്തിന്റെ ട്രാഫിക് നിയമലംഘനത്തെക്കുറിച്ച് അറിയിക്കുന്ന ഒരു വാട്സാപ്പ് സന്ദേശം ലഭിക്കുന്നതാണ് തട്ടിപ്പിന്റെ തുടക്കം. RTO ചെല്ലാൻ .apk എന്ന പേരിലാണ് ഫയൽ വരിക. ഈ ആൻഡ്രോയിഡ് പാക്കേജ് കിറ്റ് അഥവാ APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെടും. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ SMS അനുമതികൾ ചോദിക്കും. ഈ അനുമതി നൽകുന്നതോടെ ഫോണിൽ വരുന്ന OTP എടുക്കാനും അവ ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാനും തട്ടിപ്പുകാർക്ക് കഴിയും. വിശ്വാസയോഗ്യമല്ലാത്ത ഒരു ആപ്പുകളും ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കണമെന്നും ഓൺലൈൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ 1930 എന്ന സൗജന്യ നമ്പറിൽ ബന്ധപ്പെടണമെന്നുമാണ് സൈബർ പോലീസ് നൽകുന്ന നിർദ്ദേശം. സമാനമായ രീതിയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ ആപ്പിന്റെ പേരിലുള്ള സൈബർ തട്ടിപ്പും വീണ്ടും സജീവമായിട്ടുണ്ട്. തട്ടിപ്പ് സന്ദേശങ്ങളിലൂടെ ഉപയോക്താവിന്റെ ഫോണിൽ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യിച്ച് മറ്റൊരിടത്തിരുന്ന് ഫോൺ പൂർണ്ണമായി നിയന്ത്രിച്ച് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. ട്രാഫിക് നിയമലംഘനത്തിന് പിഴയടക്കണമെന്നാവശ്യപ്പെട്ടാണ് പരിവാഹന്റെ പേരിൽ വാട്സാപ്പിൽ സന്ദേശമെത്തുന്നത്. സന്ദേശത്തിൽ ഒരു APK ഫയലും ഉണ്ടാകും. ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നതോടെ ഉപയോക്താവ് തട്ടിപ്പുകാരുടെ വലയിലാകും. ഉപയോക്താവിന്റെ പണം ഉപയോഗിച്ച് IPL മത്സരങ്ങളുടെയും സിനിമകളുടെയും ടിക്കറ്റുകൾ കൂട്ടത്തോടെ വാങ്ങുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നീട് ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ മറിച്ചുവിറ്റ് പണമുണ്ടാക്കും. ഒരുമിച്ച് അക്കൗണ്ടിലേക്ക് പണം മാറ്റുന്നത് സൈബർ പോലീസ് കണ്ടെത്തി പണം തിരിച്ചു പിടിക്കുന്നത് കൊണ്ടാണ് ഈ പുതിയ ശൈലി. ടിക്കറ്റുകൾ വാങ്ങുമ്പോൾ ഫോണിലേക്ക് വരുന്ന സന്ദേശങ്ങൾ വരെ തട്ടിപ്പുകാർ ഡിലീറ്റ് ചെയ്യുന്നതിനാൽ അക്കൗണ്ടിൽ നിന്ന് പണം പോകുന്നത് ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ ഉപയോക്താവ് അറിയുകയുള്ളൂ. ഇത്തരത്തിൽ പണം നഷ്ടമാകുന്ന കേസുകൾ ദിനംപ്രതി വർദ്ധിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, News 18. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് എത്തുന്ന യുവാക്കൾ ലഹരി കടത്താൻ പുതിയ രീതികൾ പരീക്ഷിക്കുകയാണ്. ചോക്ലേറ്റുകളുടെയും ഈന്തപ്പഴത്തിൻ്റെയും മറവിലാണ് MDMA കടത്ത്. കഴിഞ്ഞ ദിവസം ഒമാനിൽ നിന്ന് കരിപ്പൂരിലെത്തിയ യുവാവ് ചോക്ലേറ്റുകൾക്കിടയിൽ ഒളിപ്പിച്ചാണ് ലഹരി എത്തിച്ചത്. കസ്റ്റംസിൻ്റെ പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയ പത്തനംതിട്ട സ്വദേശിനി സൂര്യയിൽ നിന്ന് 1 കിലോ MDMA പോലീസ് കണ്ടെടുത്തു. സൂര്യയെ കാത്ത് വിമാനത്താവളത്തിന് പുറത്തു നിന്നിരുന്ന 3 പേരെയും കരിപ്പൂർ പോലീസ് പിടികൂടി. സമീപകാലത്തെ ഏറ്റവും വലിയ MDMA വേട്ടകളിൽ ഒന്നാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ പോലീസ് നടത്തിയത്. പത്തനംതിട്ട സ്വദേശിനി സൂര്യ, മുന്നിയൂർ സ്വദേശികളായ അലി അക്ബർ, മുഹമ്മദ് റാഫി, ഷഫീർ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. കസ്റ്റംസ് പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയ സൂര്യയെയും ഇവരെ കൊണ്ടുപോകാനെത്തിയ 3 പേരെയും വിമാനത്താവള പരിസരത്ത് നിന്ന് പോലീസ് പിടികൂടുകയായിരുന്നു. ഇവരെ പരിശോധിച്ച് ലഹരിമരുന്നും കണ്ടെടുത്തു. ഇവർ എത്തിയ 2 കാറുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സൂര്യ ജൂലൈ 16-നാണ് ഒമാനിലേക്ക് ജോലി അന്വേഷിച്ച് പോയത്. നേരത്തെ പരിചയമുള്ള ഒമാനിലെ നൌഫൽ എന്ന ആളുടെ അടുത്തേക്കായിരുന്നു സൂര്യയുടെ യാത്ര. എന്നാൽ 4 ദിവസത്തിനകം സൂര്യ നാട്ടിലേക്ക് മടങ്ങി. തിരിച്ചു വരുമ്പോൾ ഒരു ബാഗും ഇവരുടെ കൈവശം നൌഫൽ കൊടുത്തയച്ചു. ലഗേജിനകത്ത് ചോക്ലേറ്റുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു MDMA. സൂര്യ പറഞ്ഞ പേരും വിവരങ്ങളും പൂർണ്ണമായും ശരിയാണോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ്.
സൂര്യ ലഹരിമരുന്ന് ശൃംഖലയുടെ കണ്ണിയാണെന്നാണ് പോലീസിന്റെ നിഗമനം. ന്യൂസ് 18 മലപ്പുറം. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം ഒട്ടേറെ മനുഷ്യജീവനുകൾക്ക് ഭീഷണിയാകുന്നുണ്ട്. കോഴിക്കോട് പേരാമ്പ്രയിൽ സ്വകാര്യ ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ച സംഭവം വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിട്ടുണ്ട്. നാട്ടുകാരുടെയും വിവിധ യുവജന സംഘടനകളുടെയും നേതൃത്വത്തിൽ ബസ്സുകൾ തടഞ്ഞായിരുന്നു പ്രതിഷേധം. കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകൾ തടയാനെത്തിയ യുവജന സംഘടനകളും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. വാഹനം തടഞ്ഞ് പ്രതിഷേധിച്ച മുഴുവൻ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് പേരാമ്പ്രയിൽ സ്വകാര്യ ബസ് ഇടിച്ച് മരുതോങ്കര സ്വദേശിയായ അബ്ദുൾ ജവാദ് എന്ന വിദ്യാർത്ഥി മരിച്ചത്. കോഴിക്കോട് ഭാഗത്തേക്ക് വരികയായിരുന്ന ഒമേഗ എന്ന ബസ് മറ്റൊരു ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇരുചക്ര വാഹനത്തിൽ വരികയായിരുന്ന ജവാദിനെ ഇടിച്ചിടുകയും ബസിന്റെ ടയർ കയറി ഇറങ്ങി മരണം സംഭവിക്കുകയുമായിരുന്നു. അപകടത്തിന് പിന്നാലെ ഈ റൂട്ടിൽ അമിത വേഗതയിൽ പോകുന്ന സ്വകാര്യ ബസ്സുകൾ നിരന്തരം യാത്രക്കാരുടെ ജീവനെടുക്കുന്നുവെന്നാരോപിച്ച് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. അപകടമുണ്ടാക്കിയ ബസ് റോഡിൽ നിന്നും എടുത്തു മാറ്റാൻ അനുവദിക്കാതെ വഴിതടഞ്ഞു പ്രതിഷേധിച്ചു. പോലീസ് ഇടപെട്ടാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പിന്നാലെയാണ് ഇന്ന് രാവിലെ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. സമരം നേരിടാനെത്തിയ പോലീസിന്റെ വാഹനത്തിന് മുന്നിൽ സമരക്കാർ റീത്തുവെച്ചു. കുറ്റ്യാടി റൂട്ടിൽ ഇന്ന് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയാൽ തടയുമെന്നാണ് പ്രതിഷേധക്കാരുടെ മുന്നറിയിപ്പ്. സ്വകാര്യ ബസ്സുകൾ തടഞ്ഞ പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുത്ത് നീക്കാൻ സ്വകാര്യ ബസ് തന്നെയാണ് പോലീസ് ഉപയോഗിച്ചത്. ഇതോടെ കസ്റ്റഡിയിലെടുത്തവരെ ബലം പ്രയോഗിച്ച് മറ്റുള്ളവർ മോചിപ്പിക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിലേക്ക് നയിച്ചു. സംഘടനപരമായ രൂപത്തിൽ ശക്തമായ രൂപത്തിലുള്ള സമരത്തിനാണ് UDYFന്റെ പ്രവർത്തകന്മാർ നേതൃത്വം കൊടുക്കുന്നത്. അതിനെ ഞങ്ങൾ DCC സെക്രട്ടറിയെ ആദ്യം അറസ്റ്റ് ചെയ്യുക, KSU സംസ്ഥാന സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്യുക, അങ്ങനെയാണ് യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുക. ഇതാണോ മര്യാദ? കാലിക്കറ്റ് സർവകലാശാല ചാലിക്കര റീജിയണൽ സെന്ററിലെ PG വിദ്യാർത്ഥിയാണ് അപകടത്തിൽ മരിച്ച അബ്ദുൾ ജവാദ്. അപകടമുണ്ടാക്കിയ ഒമേഗ ബസ് ഡ്രൈവർക്കെതിരെ ഇന്നലെ തന്നെ പോലീസ് കേസെടുത്തിരുന്നു. അപകടത്തിൽ പേരാമ്പ്ര പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. സംസ്ഥാന വ്യാപകമായി മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ഓപ്പറേഷൻ ക്ലീൻ വീൽസ് എന്ന പേരിൽ നടന്ന പരിശോധനയിൽ 21 ഉദ്യോഗസ്ഥർ ഏജന്റുമാരിൽ നിന്ന് 7,84,000 രൂപയിലധികം കൈപ്പറ്റിയതിന്റെ തെളിവുകൾ ലഭിച്ചു. തിരുവനന്തപുരത്ത് RTO ഉദ്യോഗസ്ഥർ ഗൂഗിൾ പേ വഴി കൈക്കൂലി വാങ്ങിയതായും വിജിലൻസ്. പാലക്കാട് പട്ടാമ്പിയിൽ എക്സൈസ് പരിശോധനയിൽ വാഷും ചാരായവും പിടിച്ചെടുത്തു. മുതുതല കോഴിക്കാട്ടിരിയിൽ പാരാക്കുളത്തിന് സമീപത്തു നിന്നാണ് 3 ലിറ്റർ ചാരായവും 936 ലിറ്റർ വാഷും പിടികൂടിയത്. ഒഡീഷയിലെ പുരിയിൽ 15 വയസ്സുകാരിയെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് ഒഡീഷ DGP YB ഖുരാനിയ. പുരി SP പിനാക് മിശ്ര, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം DGP ഭാർഗവി നദീതീരത്ത് കുറ്റകൃത്യം നടന്ന സ്ഥലം സന്ദർശിച്ചു. കേസുമായി ബന്ധപ്പെട്ട് ഇരയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ 8 പേരെ ചോദ്യം ചെയ്തു വരികയാണ്. വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമില്ല, സത്യത്തിൽ പേടിയാണ്. വിവാഹം കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമില്ലാതാകുമോ? എല്ലാത്തിനും അനുവാദം ചോദിച്ച് അടിമയെപ്പോലെ ജീവിക്കേണ്ടി വരുമോ? നമ്മുടെ പല കുടുംബങ്ങളിലും സംഭവിക്കുന്ന കഥകൾ കേൾക്കുമ്പോൾ മലയാളി പെൺകുട്ടികൾ പങ്കുവയ്ക്കുന്ന ആശങ്കയാണിത്. സ്ത്രീകളെ ഒരു വസ്തുവിനെ പോലെ കാണുന്ന ഭർത്താക്കന്മാരുണ്ട്. ദാമ്പത്യ പരാജയങ്ങൾ കണ്ടും കേട്ടും മടുത്ത പുതുതലമുറയുടെ പ്രധാന പേടി എനിക്കും അങ്ങനെ സംഭവിക്കുമോ എന്നാണ്. ലിവിങ് ടുഗദർ പോലെയുള്ള ആശയവുമായി ഈ തലമുറ മുന്നോട്ട് വരുന്നു. സ്വന്തം കുടുംബം പോലും ഉപേക്ഷിച്ച് സുഹൃത്തുക്കൾക്കൊപ്പം ജീവിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് യുവതി യുവാക്കൾ. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ലിവിങ് ടുഗദർ റിലേഷനിലും ഇരകളാകപ്പെടുന്നത് പെൺകുട്ടികളാണ്.
ഇവിടെ ദാമ്പത്യ ജീവിതത്തിലാണോ അതോ നമ്മുടെ ബന്ധങ്ങളിലാണോ പ്രശ്നം? ഭാര്യയെ അടിമയെ പോലെ, ഒരു വസ്തുവിനെ പോലെ കാണുന്ന പുരുഷന്മാരുടെ കാഴ്ചപ്പാടിൽ മാറ്റം വന്നാൽ ഇതിന് പരിഹാരമുണ്ടാകുന്നു. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.